ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ ദാറ്റ് ടെൽസ് ദ കമ്പൈലർ ടു പെർഫോം സ്പെസിഫിക് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഫങ്ഷൻസ്. ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. കമ്പൈലറിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സിമ്പിൾസാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സിമ്പിൾസാണ് കമ്പൈലറിലെ ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആവട്ടെ അല്ലെങ്കിൽ ലോജിക്കൽ ഫങ്ഷൻസ് ആവട്ടെ. അതായത് ഫോർ എക്സാമ്പിൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിലാണ് വരിക. സോ ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. C language is rich in built-in operators and provides the following types of operators. അതായത് C ലാംഗ്വേജിൽ ഓൾറെഡി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ബിൽറ്റ് ഇൻ ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി ലൈബ്രറിയിൽ ഉണ്ട്. ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് C ലാംഗ്വേജിൽ ഉണ്ട്. അപ്പോൾ അതിന് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ C ലാംഗ്വേജിലെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ മിസ്ലേനിയസ് ഓപ്പറേറ്റേഴ്സ്. MISC എന്ന് ഉദ്ദേശിക്കുന്നത് മിസ്ലേനിയസ് എന്നുള്ള വാക്കാണ്. അത് ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഇതൊക്കെയാണ് C ലാംഗ്വേജിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ്: അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ലാസ്റ്റ് മിസലേനിയസ് ഓപ്പറേറ്റേഴ്സ്. സോ നമുക്കപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. എന്താണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് കുറേ തരം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ തന്നെ പലതരം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലസ്, ഇത് ഒരു അഡീഷണൽ ഓപ്പറേറ്ററാണ്. ഈ പ്ലസ് എന്നുള്ള സിമ്പിൾ അരിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അഡീഷണൽ ഓപ്പറേറ്ററിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, അസ്യൂം വേരിയബിൾ A ഹോൾസ് 10 ആൻഡ് B ഹോൾസ് 20. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 10 ആയിട്ടും B എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 20 ആണെന്നും വിചാരിക്കുക. സോ ഇതിൽ നമുക്ക് പലതരം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നടത്തണം. നമുക്ക് നടത്തണം. സോ എങ്ങനെ നമ്മൾ നടത്താം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡീഷണൽ ഓപ്പറേഷനാണ് നമുക്ക് നടത്തേണ്ടത്. അഡീഷണൽ ഓപ്പറേഷൻസ് ആണ് നമുക്ക് നടത്തേണ്ടതെങ്കിൽ സോ A പ്ലസ് B, ഈ എനും ബിനെയും നമ്മൾ എന്താണെന്ന് പറയുക? ഓപ്പറൻസ് എന്നാണ് പറയുക. A ആൻഡ് B ആർ കോൾഡ് ആസ് ഓപ്പറൻസ്. A ഹോൾഡ്സ് 10, A എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 10 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. B എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 20 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അഡീഷനാണ് നമുക്ക് നടത്തേണ്ടത്. സോ അഡീഷണൽ പ്ലസ് ഓപ്പറേറ്റർ നമ്മളവിടെ കൊടുത്തു. അവിടെ എന്താ നടക്കുക? അതിൻ്റെ പ്രവൃത്തി എന്തായിരിക്കും? ആഡ്സ് ടു ഓപ്പറൻസ്. രണ്ട് ഓപ്പറൻസിനെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ അതിനുശേഷം ആൻസർ ഇങ്ങനെയായിരിക്കും കിട്ടുക: A പ്ലസ് B ഈക്വൽ ടു 30. 10 പ്ലസ് 20 എത്രയാണ്? 30. സോ ആൻസർ ഇങ്ങനെയായിരിക്കും നമുക്ക് അഡീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ കിട്ടുക. അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്ലസ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ അഡീഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഈ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് പ്ലസ്. സോ ഇനി അതേപോലെ സബ്സ്ട്രാക്ഷന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈനസ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയാം, മൈനസ്. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? രണ്ട് ഓപ്പറൻസിനെ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ A മൈനസ് ബി. സോ 10 മൈനസ് 20 എത്രയായിരിക്കും? മൈനസ് 10 ആയിരിക്കും ആൻസർ. 10 മൈനസ് 20, സോ മൈനസ് 10 ആയിരിക്കും നമുക്ക് ആൻസർ റിട്ടേൺ ആവുക. സോ രണ്ട് ഓപ്പറൻസിനെ നമുക്ക് സബ്സ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മൈനസ് ഓപ്പറേറ്റർ.
സോ ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഓപ്പറേറ്റർ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് സ്റ്റാർ എന്ന് പറഞ്ഞ സിമ്പിളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഈ സിമ്പിളല്ല നമ്മൾ യൂസ് ചെയ്യുക, സ്റ്റാർ എന്ന് പറഞ്ഞൊരു സിമ്പിളായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക, ആസ്ട്രിക് എന്ന് പറയും. സോ ഇതേപോലെ 2 ഓപ്പറൻസിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, A ഇൻറ്റു B. സോ ഇവിടെ എത്ര ആയിരിക്കും, 10 ഇൻറ്റു 20. സോ ആൻസർ എത്ര ആയിരിക്കും, 200. ആൻസർ എത്ര ആയിരിക്കും, 200. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്താണ്, ആസ്ട്രിക്കിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുക. സോ ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഡിവിഷൻ ഓപ്പറേറ്റർ. ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും, 2 ഓപ്പറൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ലാഷ് ആയിരിക്കും നമ്മൾ ഡിവിഷന് വേണ്ടി യൂസ് ചെയ്യുക. B/A = 2. അതായത് ഇവിടെ B/A ആണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 10/20 എന്ന് നമുക്ക് ചെയ്യാം. 10/20 എന്തായിരിക്കും, 1/2 0.5 എന്നായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ B/A ആണെങ്കിൽ എന്തായിരിക്കും, 20/10 ആയിരിക്കും. B/A 20/10 സോ = 2 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടുത്തെ ഈ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ നോക്കുന്നത്. ഈ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യാനാണ്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഓപ്പറൻസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. സോ ഇനി അതേപോലെ വരുന്ന അടുത്ത ഓപ്പറേറ്ററാണ് മോഡുലസ് കണ്ടുപിടിക്കാൻ, റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ B mod A ആണ്. അതായത് ബീൻ്റെ വാല്യൂ എത്രയാണ്, 20 mod 10. ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇത് പ്യുവർലി ഡിവിസിബിൾ ആയത് കാരണം റിമൈൻഡർ എന്തായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. സോ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റിമൈൻഡർ ആണ് കാണുക. ഡിവിഷനും ഇതും മിക്സപ്പ് ആവാൻ പാടില്ല. ഡിവിഷനിൽ കോഷ്യൻറ്റും മോഡുലസിൽ റിമൈൻഡർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിവിഷൻ ഓപ്പറേറ്ററിൽ നമ്മൾ കോഷ്യൻറ്റും മോഡുലസിൽ നമുക്ക് എന്താ കിട്ടുക, മോഡുലസ് ഓപ്പറേറ്ററിൽ റിമൈൻഡറിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. മോഡുലസ് നമ്മൾ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡറിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ആവുക. ഇനി അടുത്തതായിട്ടുള്ള ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. 2+, ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസസ് ദ ഇൻറ്റീജർ വാല്യൂ ബൈ 1. ഇൻക്രീസസ് ദ ഇൻറ്റീജർ വാല്യൂ ബൈ 1. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A = 10 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ 10++ അതിൻ്റെ അർത്ഥം എന്താണ്, 11 ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്യുക. ഒരു ഇൻറ്റീജർ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. എന്താണ്, ഇൻക്രീസസ് ദ ഇൻറ്റീജർ വാല്യൂ ബൈ 1. ഒരു വാല്യൂ ആഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് B++ ആണെങ്കിൽ എന്തായിരിക്കും, B നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്, 20 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ 20++ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 20++ എന്ന് പറയുമ്പോൾ 21 ആയിരിക്കും അവിടുത്തെ വാല്യൂ. 21 ആയിരിക്കും ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നടന്നതിന് ശേഷമുള്ള വാല്യൂ. ഇനി അടുത്തതുള്ളതാണ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻ്റ് പോലെ അതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും, അത് ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താണ്, ഡിക്രീസസ് ദ ഇൻറ്റീജർ വാല്യൂ ബൈ 1. ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്, ഡിക്രീസസ് ദ വാല്യൂ ബൈ ഇൻറ്റീജർ വാല്യൂ ബൈ 1. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A - ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. A - എന്ന് പറയുമ്പോൾ 10 - എന്തായിരിക്കും, 9 ആയിരിക്കും. ഇപ്പോൾ B - ആണെങ്കിലോ, B നമ്മൾ 20 എന്നാണ് വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ 20 - എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റീജർ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 19 ആയിരിക്കും. എത്രയായിരിക്കും, 19 ആയിരിക്കും. സോ ഇതൊക്കെയാണ്
അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ വരുന്ന വേരിയസ് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ വരുന്ന വേരിയസ് ഓപ്പറേറ്റേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഒന്ന് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, വേറൊന്ന് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ, പിന്നെ മോഡുലസ്, ഡിവിഷൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, അഡീഷൻ ഓപ്പറേറ്റർ, അതേപോലെ സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. സോ ഇത്രയധികം ഓപ്പറേറ്റേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 തരം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് A1 എന്ന് പറഞ്ഞ വാല്യൂ ഹോൾഡ് ചെയ്യുന്നു, B0 എന്ന് പറഞ്ഞ വാല്യൂ ഹോൾഡ് ചെയ്യാണ്. ഇതിന് നമുക്ക് 1നെ ട്രൂ എന്നും പറയാം, അതേപോലെ തന്നെ 0ന് നമ്മൾ ഫോൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാൻ സാധിക്കും. 1ന് ട്രൂ ആയിട്ടും 0ന് ഫോൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാൻ സാധിക്കും. സോ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഓപ്പറേറ്ററാണ് ഇത്. 2 ഓപ്പറൻസിൻ്റെ ലോജിക്കലി എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. 2 ഓപ്പറൻസിന് ലോജിക്കലി അതിനെ കമ്പയർ ചെയ്യും. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ആൻഡ് ഓപ്പറേറ്റർ. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണത്. 2 ആംബ്രസെൻ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഇതിനെ പറയുന്നതാണ് ആംബ്രസെൻ്റ് എന്നാണ് പറയുക. 2 ആംബ്രസെൻ്റ് അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു ആൻഡ് ഓപ്പറേറ്റർ ആണെന്നാണ്. സോ ആൻഡ് ഓപ്പറേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ബോത്ത് ദ ഓപ്പറൻസ് ആർ നോൺ സീറോ ദെൻ ദ കണ്ടീഷൻ ബിക്കംസ് ട്രൂ. 2 കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ A, B എന്ന് പറഞ്ഞ 2 ഇൻപുട്ട്സ് നമ്മൾ വിചാരിക്കുന്നു. 0, 0, 4 പോസിബിളായിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് നോക്കാം. 1, 0, 0, 1, 1, 1. സോ ഇവിടെ 0 തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ റിട്ടേൺ ആവുക. ഇവിടെയും 0 ആയിരിക്കും, ഇവിടെയും 0 ആയിരിക്കും. ഇവിടെ മാത്രമേ എന്താവുള്ളൂ, 1 അഥവാ ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുള്ളൂ. കാരണം ഇതൊരു ഫോർ എക്സാമ്പിൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. 0 × 0, 0. അത് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും? 0 ഏതൊരു സംഖ്യയുടെ ഒപ്പവും 0 നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായിരിക്കും, 0 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ 1 × 1 മാത്രം ചെയ്യുമ്പോഴേ ഈ കേസിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. 2 കണ്ടീഷനും ട്രൂ ആകുമ്പോൾ മാത്രമേ ആ കണ്ടീഷനും ട്രൂ ആവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കേസും എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. 2 കണ്ടീഷൻസും ട്രൂ ആയാൽ മാത്രമേ എന്താവുള്ളൂ, ഔട്ട്പുട്ടും ട്രൂ ആവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കേസിലും എന്തായിരിക്കും, ഫോൾസ് തന്നെയായിരിക്കും റിട്ടേൺ ആവുക. ഇനി അടുത്ത ഓപ്പറേറ്ററാണ് ഓർ ഓപ്പറേറ്റർ. അതിൻ്റെ സിമ്പിളാണ്, ഇതാണ് സിമ്പിൾ. ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് 2 സ്ലാഷ് എങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ്. ഇവിടെ ഓർ ഓപ്പറേറ്ററിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, 4 കണ്ടീഷൻ 0, 0, 0, 1, 1, 0, 1, 1. സോ 0, 0 ആകുമ്പോൾ മാത്രമേ 0 ആവുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതാണ് ഓർ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എന്താവും, ട്രൂ ആയിരിക്കും. ഇവിടെ ആകെ ഫോൾസ് ആവുന്ന കണ്ടീഷൻ ഫസ്റ്റ് കേസ് മാത്രം എന്തായിരിക്കുള്ളൂ, ഫോൾസ് ആയിട്ട് വരുള്ളൂ. 0, 0 എന്ന് വരുന്ന കണ്ടീഷനിൽ മാത്രം എന്തായിരിക്കുള്ളൂ, ഔട്ട്പുട്ട് ഡിസേബിൾ ആയിരിക്കുള്ളൂ. ബാക്കി എല്ലാവിടെയും എന്തായിരിക്കും, എനേബിൾ ആയിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ. ഇനി അതേപോലെ നമ്മൾ അടുത്ത ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട്. അടുത്ത ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. ലോജിക്കൽ നോട്ടിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. നോട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ എക്സ്ക്ലമേഷൻ മാർക്കായിരിക്കും നോട്ട് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിവേഴ്സ് ദ ലോജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പറൻറ്റ്. അതായത് എന്താണെങ്കിലും അതിൻ്റെ ഇൻവേഴ്സിലോട്ട്, ട്രൂ ആണെങ്കിൽ ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കും. ഇഫ് എ കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ വിൽ
മേക്ക് ഇറ്റ് ഫോൾസ്. അപ്പോൾ ഒരു കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആണെങ്കിൽ നമ്മൾ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അതിനെ ഫോൾസ് ആയിട്ടായിരിക്കും ചിത്രീകരിക്കുക. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിട്ടും ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ടും. അതാണ് ലോജിക്കൽ നോട്ടിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഫങ്ഷൻ അങ്ങനെയാണ്. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആയിട്ടും ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിട്ടായിരിക്കും കാണിക്കുക. അടുത്തത് നോക്കാൻ പോകുന്നതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് രണ്ട് ഓപ്പറൻസിനെ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് രണ്ട് ഓപ്പറൻസിനെ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ്. സോ ഇതിൻ്റെ അണ്ടറിലും കുറേയധികം ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാണ് A 10 ആയിട്ടും B 20 ആയിട്ടും നമ്മളിവിടെ അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഡബിൾ ഈക്വൽ ടു ഇവിടെ ചെക്ക് ചെയ്യും. ഡബിൾ ഈക്വൽ ടു B, അതായത് 10 ഡബിൾ ഈക്വൽ ടു 20 ആണോ നോക്കും. അതായത് 10ഉം 20ഉം ഈക്വൽ ആണോ എന്ന് നോക്കുകയാണ്. ആണെങ്കിൽ ട്രൂ ആണെങ്കിൽ മാത്രമേ അവിടെ എന്താവുള്ളൂ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവില്ല. അതാണ് ഇവിടുത്തെ ഓപ്പറേഷനാണ് ചെക്ക് ഇഫ് ദ വാല്യൂ ഓഫ് ടു ഓപ്പറൻസ് ആർ ഈക്വൽ ഓർ നോട്ട്. രണ്ട് ഓപ്പറൻസിൻ്റെയും വാല്യൂ ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. ആണെങ്കിൽ ട്രൂ കണ്ടീഷൻ നമുക്ക് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും കണ്ടീഷൻ. സോ രണ്ട് വാല്യൂവിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി, ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, രണ്ട് ഓപ്പറൻസിന് ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽ ടു. ഓക്കെ, ഇനി ഇതേപോലെ അടുത്ത ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ ടു. അടുത്ത് വരുന്നൊരു ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ ടു. ഇതിലെന്താ പ്രത്യേകത? ചെക്സ് ഇഫ് ദ വാല്യൂസ് ഓഫ് ടു ഓപ്പറൻസ് ആർ ഈക്വൽ ഓർ നോട്ട്. ഇവിടെ എന്താണ്, രണ്ട് വാല്യൂ നോട്ട്, അതായത് രണ്ട് ഓപ്പറൻസിൻ്റെയും വാല്യൂ അത് ചെക്ക് ചെയ്യും, ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കും. A നോട്ട് ഈക്വൽ ടു B ആണെങ്കിൽ, ഇപ്പോൾ 10 നോട്ട് ഈക്വൽ ടു 20 ആണെങ്കിൽ അവിടെ കണ്ടീഷൻ വർക്ക് ചെയ്യും. ഈ കേസിൽ എന്തായിരിക്കും, 10 നോട്ട് ഈക്വൽ ടു 20 ആണ്. 10 നോട്ട് ഈക്വൽ ടു 20 ആണ്. 10ഉം 20ഉം ഈക്വൽ അല്ലല്ലോ. സോ അവിടെ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഫോൾസ് ആയിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഈ റിലേഷണൽ ഓപ്പറേറ്റേഴ്സൊക്കെ രണ്ട് ഓപ്പറൻസിന് നമ്മൾ കമ്പയർ ചെയ്യാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്തതാണ് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ. ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ അതായത് രണ്ട് വാല്യൂ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ A ഗ്രേറ്റർ ദാൻ B. സോ 10 ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല. സോ അവിടെ എന്തായിരിക്കും, നോട്ട് ട്രൂ. അവിടെ എന്തായിരിക്കും, നോട്ട് ട്രൂ. അതേസമയം ലെസ് ദാൻ ഓപ്പറേറ്റർ നോക്കാം. ലെസ് ദാൻ ഓപ്പറേറ്റർ 10 ലെസ് ദാൻ 20 ആണോ? അതെ. സോ ഇവിടെ നോക്കൂ, ഇവിടത്തെ ഇതെന്തായി, A ലെസ് ദാൻ B ട്രൂ ആയത് കാരണം അവിടെ ട്രൂ ആയിരിക്കും റിട്ടേൺ ആവുക. അല്ലാത്ത പക്ഷം അവിടെ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും റിട്ടേൺ ആവുക. സോ നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ നോക്കി, അത് രണ്ട് വാല്യൂ സെയിം ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നോക്കി, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ നോക്കി, ലെസ് ദാൻ ഓപ്പറേറ്റർ നോക്കി. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ വേറൊരു ഓപ്പറേറ്ററും കൂടി വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടുൻ്റെ ഇത് നോക്കാം. 10 ലെസ് ദാൻ 20 ആണോ നോക്കും. 10 ലെസ് ദാൻ 20 ആണോ, അത് വെറുതെ ലെസ് ദാൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ ആ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 10 20നെക്കാട്ടിലും ചെറുതാണോ എന്ന് നോക്കും, അതേപോലെ 20 ആയിട്ട് ഈക്വൽ ആണോ എന്ന് നോക്കും. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ എന്തായി, ട്രൂ ആയിട്ടായിരിക്കും കാണിക്കുക. സോ ഇവിടെ ട്രൂ ആയിട്ടായിരിക്കും കാണിക്കുക, കാരണം 10 എന്താണ്, ലെസ് ദാൻ ആണ്. സോ അവിടെ ട്രൂ ആയി. അതേസമയം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ അവിടെ വരുന്നത് നോക്കൂ, ഈസ് നോട്ട് ട്രൂ.
10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ? അല്ല, 20നെക്കാട്ടിലും എന്താണ്? ചെറുതാണ്. സോ അവിടെ നോട്ട് ട്രൂ ആയിരിക്കും റിട്ടേൺ ആവുക. Greater than or equal to, not equal to. Checks if the value of left operand is greater than or equal to the value of right operand. If yes, the condition becomes true. ആണെങ്കിൽ ആ കണ്ടീഷൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രം എന്താവും? ട്രൂ നമുക്ക് റിട്ടേൺ ആവും. അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ചെറുതാണെങ്കിൽ, അപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ മാത്രമേ അവിടെ ട്രൂ ആയിട്ട്. ചെക്സ് ഇഫ് ദ വാല്യൂ ഓഫ് ലെഫ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വാല്യൂ ഓഫ് റൈറ്റ് ഓപ്പറൻറ്റ്. അതായത് ചെക്ക് ചെയ്യും, എ എന്ന് പറഞ്ഞ ഓപ്പറൻറ്റ് ബി എന്ന് പറഞ്ഞ ഓപ്പറൻറ്റിനെക്കാട്ടിലും ചെറുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ആവുക. സോ ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കീഴിൽ വരുന്ന വെറൈറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഇനി അതിനുശേഷം നമ്മൾ നോക്കാവുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇതിൽ ചിലവർക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. ഡബിൾ ഈക്വൽ ടുവും ഈക്വൽ ടു, ഇത് എപ്പോഴും ചിലവർക്കൊക്കെ കൺഫ്യൂഷൻ വരുന്നതാണ്. ഈ ഡബിൾ ഈക്വൽ ടു എപ്പോഴും എന്താണ്? അതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. അതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. അവിടെ വാല്യൂ എന്താണ്? കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് ഓപ്പറൻസിൻ്റെ വാല്യൂസ് അവിടെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. എ എന്ന് പറഞ്ഞ ഓപ്പറൻറ്റിൻ്റെയും ബി എന്ന് പറഞ്ഞ ഓപ്പറൻറ്റിൻ്റെയും വാല്യൂ അവിടെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. ഇവിടെ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈക്വൽ ടു ഇവിടെ എന്താണ്? അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയാൻ കാരണം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം. ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് ഓപ്പറൻസിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് റിലേഷണൽ ഓപ്പറേറ്ററും. സിംഗിൾ ഈക്വൽ ടു അതിന് നമ്മൾ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ. ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. സിമ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അസൈൻസ് വാല്യൂ ഫ്രം റൈറ്റ് സൈഡ് ഓപ്പറൻസ് ടു ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് ഓപ്പറൻസ് ആണ് എ പ്ലസ് ബി. സി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ഓപ്പറൻറ്റും. സോ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 10 + 20 എന്തായിരിക്കും? 30 എന്നുള്ള വാല്യൂ ആണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സിക്ക് 30 എന്നുള്ള വാല്യൂ ആണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ എന്താണോ ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്ത് കൊടുക്കുക? അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ അസൈൻ ചെയ്യണം. വേരിയബിൾ എങ്ങനെയായിരിക്കും? എ ഈക്വൽ ടു 5. എ എന്ന് പറഞ്ഞ വേരിയബിൾ 5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. എ എന്ന് പറഞ്ഞ വേരിയബിൾ 5 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഹോൾഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് സിംഗിൾ ഈക്വൽ ടു. ഇത് ഒരിക്കലും ഡിഫറൻസ് കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ അതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ അതൊരു റിലേഷണൽ ഓപ്പറേറ്ററും. അത് റിലേഷണൽ ഓപ്പറേറ്ററിൽ എന്താ ചെയ്യുന്നത്? രണ്ട് ഓപ്പറൻസിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടിലും. ഇതൊരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും അത് കമ്പയർ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററും, അതായത് റിലേഷണൽ ഓപ്പറേറ്റർ. ഇനി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ തന്നെ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അത് കുറച്ചും കൂടി പ്രോഗ്രാംസ് ഒക്കെ എഴുതുമ്പോൾ സിംപ്ലിഫൈ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് കയറി വരുന്നത്. സോ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്, ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ്. സോ ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാണ്. സി ഈക്വൽ ടു സി പ്ലസ് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സി ഈക്വൽ ടു സി പ്ലസ് എ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ 2 തവണ സി എഴുതുന്നതിന് അതിനവരെന്ത് ചെയ്യും? സി പ്ലസ് ഓർ ഈക്വൽ ടു എ എന്ന് എഴുതും. സി
പ്ലസ് ഓർ ഈക്വൽ ടു എ എന്ന് എഴുതും. ഇപ്പോൾ സിക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്, 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ സി ഈക്വൽ ടു 10 പ്ലസ് എക്ക് ഇപ്പോൾ എത്രയാണ്, 10 തന്നെയാണെന്ന് വിചാരിക്കുക, 20 എന്നുള്ള വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ സെയിം ഫങ്ഷൻ തന്നെ ആയിരിക്കും ഇങ്ങനെ എഴുതുമ്പോഴും സെയിം പ്രവൃത്തി തന്നെയായിരിക്കും ചെയ്യുക. സോ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് രൂപത്തിൽ എഴുതാനാണ് ഈ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ഓപ്പറേഷനും നമുക്ക് അതേ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ സബ്ട്രാക്ഷൻ ഓപ്പറേഷനും നമുക്ക് സെയിം കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സബ്ട്രാക്ഷനും നമുക്ക് സെയിം കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സബ്ട്രാക്ട് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇറ്റ് സബ്ട്രാക്ട് ദ റൈറ്റ് ഓപ്പറൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഓപ്പറൻറ്റ് ആൻഡ് അസൈൻസ് ദ റിസൾട്ട് ടു ദ ലെഫ്റ്റ് ഓപ്പറൻറ്റ്. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ, സി മൈനസ് ഈക്വൽ ടു എ. അതേപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഡിവിഷനും ചെയ്യാൻ സാധിക്കും, മൾട്ടിപ്ലിക്കേഷനും സെയിം കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ, ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാനുള്ള ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ടേർണറി ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നു, അതിൻ്റെ പേരാണ് ടേർണറി ഓപ്പറേറ്റർ. The conditional statements are the decision making statements which depends upon the output of the expression. ഇതൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു ഡിസിഷൻ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡിസിഷൻ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനെയാണ് യെസ് ഓർ നോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ രൂപത്തിലായിരിക്കും. ഇതിൻ്റെ സിമ്പല് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും. ഇതായിരിക്കും അതിൻ്റെ സിമ്പല്, ഒരു ക്വസ്റ്റ്യൻ മാർക്കും അതിൽ ഒരു കോളനും. എന്തുകൊണ്ടാണ് ഇതിനെ ടേർണറി ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത് നോക്കാം. ആൻഡ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് വർക്ക്സ് ഓൺ 3 ഓപ്പറൻസ്. 3 ഓപ്പറൻസിൽ ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയാൻ കാരണം, ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം. 3 ഓപ്പറൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വർക്കിംഗ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയാൻ കാരണം, ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് എന്തായിരിക്കും, സെയിം കണ്ടീഷൻസ് ആയിരിക്കും. അത് ചെയ്യുന്ന പ്രവൃത്തി തന്നെ ആയിരിക്കും ഇവിടെയും ചെയ്യുന്നുണ്ടാവുക. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ ചെയ്യുന്നത് അതേ കണ്ടീഷൻ തന്നെ ആയിരിക്കും, അതേ പ്രവൃത്തി തന്നെ ആയിരിക്കും കണ്ടീഷണൽ ഓപ്പറേറ്ററും ചെയ്യുന്നുണ്ടാവുക. നമുക്കതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് നമ്മളതിനെ എഴുതുക എന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 3. ഇവിടെ ഒന്നുമല്ല, ഇവിടെ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും ഈ എക്സ്പ്രഷൻ 1-ൽ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്രഷൻ 3 വർക്ക് ചെയ്യും. അതായത് എക്സ്പ്രഷൻ 1-ൽ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 2 വർക്ക് ചെയ്യും. അഥവാ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും വർക്ക് ചെയ്യുക. അതിപ്പോൾ ഒരു വേരിയബിൾ ഈക്വൽ ടു ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സിൻടാക്സ് ഉണ്ടാവുക. അപ്പോൾ സിൻടാക്സ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ a less than b 10 2 ഇങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യിക്കാനാണ് നമ്മൾ കൊടുക്കുന്നത്. 10 പ്രിൻ്റ് ചെയ്യിപ്പിക്കുക, അതേപോലെ 2 പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. എയും ബിയും നമുക്ക് നോക്കാം. 10ഉം 20ആണ് എയും ബിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ആണ്, 10 ഗ്രേറ്റർ ദാൻ 20 ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല, 10 ഒരിക്കലും 20യെക്കാട്ടിലും ഗ്രേറ്റർ ആവില്ല. സോ ഫോൾസ് ആണ്. ഫോൾസ് ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ 3 ആയിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ആവുക. എക്സ്പ്രഷൻ 3 ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. അതേസമയം ഇവിടെ ഒരു 30 ആണെന്ന് വെച്ചോളൂ. 30 ആണെന്ന് വെച്ചോളൂ.
30 ഗ്രേറ്റർ ദാൻ 20 ആണോ? അതെ, 30 ഗ്രേറ്റർ ദാൻ 20 ആണ്. സോ അവിടെ ഏത് കണ്ടീഷൻ? അവിടെ 10 എന്ന് പറഞ്ഞ കണ്ടീഷൻ, ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. 10 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. സോ ഇവിടെ 3 ഓപ്പറൻസ് ഉണ്ട്. 3 അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയാൻ കാരണം? ടേണറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം. ടേണറി ഓപ്പറേറ്റർ എന്ന് പറയാൻ കാരണം ഇതാണ് അതിൻ്റെ സിൻടാക്സ്. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് ആണിത്. ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഇവിടെ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 എന്താണോ അത് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ അത് ഫോൾസ് ആണെങ്കിൽ മാത്രം എക്സ്പ്രഷൻ 3 റിട്ടേൺ ചെയ്യും. എക്സ്പ്രഷൻ 1 ആദ്യം ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു സി പ്രോഗ്രാമാണ്. ഹെഡർ ഫയലാണ്. സി പ്രോഗ്രാമിലെ ഹെഡർ ഫയലാണിത്. മെയിൻ ഫങ്ഷൻ ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. a = 5. എക്ക് 5 എന്ന വാല്യൂ എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ b എന്ന് പറഞ്ഞൊരു വേരിയബിളും അവിടെ ഡിക്ലെയർ ചെയ്തു. b എന്ന് പറഞ്ഞ വേരിയബിളും നമ്മളവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി അതിന് ശേഷം ഒരു കണ്ടീഷണൽ ഓപ്പറേഷൻ അവിടെ കൊടുക്കുകയാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അവിടെ ഒരു കേസ് കൊടുക്കുകയാണ്. എന്താണ് കൊടുത്തിരിക്കുന്ന കേസ്? b = a = 5 ആണോ എന്ന് നോക്കും. ഇതാണ് ആദ്യത്തെ എക്സ്പ്രഷൻ. a = 5 ആണോ എന്ന്, അതായത് കമ്പയർ ചെയ്യാണ്. അപ്പോൾ a ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്, 5 തന്നെയാണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ട്രൂ ആണ് കണ്ടീഷൻ. 5 തന്നെയാണ്. a എന്ന് പറഞ്ഞ വാല്യൂ 5 എന്ന് പറഞ്ഞ വാല്യൂ ഈക്വൽ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം 2 എക്സ്പ്രഷൻസും കൂടി നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അതാണ് എക്സ്പ്രഷൻ 2ഉം എക്സ്പ്രഷൻ 3യും. ഇവിടെ 3 എന്നും കൊടുത്തിട്ടുണ്ട്, 2 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്തായി മാറും? 3 ആയി മാറും. ബിയുടെ വാല്യൂ ഈ കണ്ടീഷൻ ട്രൂ ആയി. ഈ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആയത് കാരണം ബിയുടെ വാല്യൂ എന്തായി മാറും? 3 ആയിട്ട് മാറും. അഥവാ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ 6 ആണെന്ന് വിചാരിക്കുക, 5 അല്ല 6 ആണെന്ന് വിചാരിക്കുക. കണ്ടീഷൻ എന്തായി? ഫോൾസ് ആയി. ഫസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയി. അപ്പോൾ എന്താവും? ബി എന്ന് പറഞ്ഞ വാല്യൂ 2 ആയി മാറും. ബി എന്ന് പറഞ്ഞ വാല്യൂ 2 ആയിട്ട് മാറും. ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 റിസൾട്ടിൽ വരും. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3യിലെ വാല്യൂ ആയിരിക്കും വരിക. ഇതാണ് ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം. ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം. സോ ഇതൊക്കെയാണ് സി പ്രോഗ്രാമിൽ വരുന്ന ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നോക്കി, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നോക്കി, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നോക്കി, പിന്നെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നോക്കി, ആൻഡ് ലാസ്റ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ നോക്കി. ഓക്കെ, താങ്ക് യു.